നമസ്കാരം. പ്രധാന വാർത്തകൾ. കൊച്ചി കോർപ്പറേഷൻ ബജറ്റ് അവതരണം അലങ്കോലപ്പെടുത്തി പ്രതിപക്ഷം. ബജറ്റ് കോപ്പികൾ കീറിയെറിഞ്ഞു. ലോകായുക്തയ്ക്കെതിരായ പരാമർശം പിൻവലിച്ച് വി.ഡി. സതീശൻ. മെസ്സി കളിക്കാനിറങ്ങിയില്ല, രോക്ഷം. ഹോങ്കോങ്ങിൽ താരത്തിനെതിരെ കൂവൽ. വാർത്തകൾ വിശദമായി. കൊച്ചി കോർപ്പറേഷൻ ബജറ്റ് അവതരണം അലങ്കോലപ്പെടുത്തി പ്രതിപക്ഷം. ബജറ്റ് കോപ്പികൾ കീറിയെറിഞ്ഞ യു.ഡി.എഫ് അംഗങ്ങൾ ഡെപ്യൂട്ടി മേയറെ ആക്രമിക്കാനും ശ്രമിച്ചു. ഇതിനിടെ സെക്രട്ടറി ബജറ്റ് മേശപ്പുറത്ത് വെച്ചു. അസാധാരണ സംഭവങ്ങളാണ് കൗൺസിൽ ഹാളിൽ അരങ്ങേറിയതെന്നും ശാരീരിക ആക്രമണത്തിന് പ്രതിപക്ഷം മുതിർന്നത് ഒട്ടും ഗുണകരമല്ലെന്നും മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ പ്രതികരിച്ചു. കെ ഫോൺ ഹർജിയിൽ ലോകായുക്തയ്ക്കെതിരായ പരാമർശം പിൻവലിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. തങ്ങളുടെ കർത്തവ്യം നിർവഹിക്കാൻ ലോകായുക്ത പ്രാപ്തരല്ലെന്നായിരുന്നു വിവാദ പരാമർശം. സത്യവാങ്മൂലത്തിലൂടെയാണ് പരാമർശം പിൻവലിക്കുന്നുവെന്ന് വി.ഡി. സതീശൻ അറിയിച്ചത്. കെ ഫോണിനെതിരെ നൽകിയ ഹർജി പബ്ലിക് താൽപര്യത്തിനാണോ അതോ പബ്ലിസിറ്റി താൽപര്യത്തിനാണോ എന്ന് ഹൈക്കോടതി പരിഹസിച്ചതിന് പിന്നാലെയാണ് ലോകായുക്തയ്ക്കെതിരെയുള്ള പരാമർശം പിൻവലിച്ചത്. ഇനി കായിക വാർത്ത. ഹോങ്കോങ്ങിൽ നടന്ന സൗഹൃദ മത്സരത്തിൽ ഇന്റർ മയോമിക്കായി കളത്തിലെത്താതിരുന്ന സൂപ്പർ താരം ലയണൽ മെസ്സിക്കെതിരെ ആരാധകരുടെ കൂവൽ. 40,000-ഓളം കാണികൾ തിങ്ങി നിറഞ്ഞതായിരുന്നു ഗ്യാലറി. മത്സരത്തിലുടനീളം മെസ്സി സൈഡ് ബെഞ്ചിലിരിക്കുകയായിരുന്നു. കളിയിൽ 1 മിനിറ്റ് പോലും മെസ്സി പന്ത് തട്ടിയില്ല. മെസ്സിക്കെതിരെ വൻ പ്രതിഷേധമാണ് ഹോങ്കോങ്ങിൽ ഉയരുന്നത്. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.